ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽസ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങളുടെ വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പൈൽ സെലക്ട്. ഇതാണ് ഒന്നാമത്തെ പൈലറ്റ്, ഇതാണ് ഒന്നാമത്തെ പൈല്, ഇതാണ് രണ്ടാമത്തെ പൈല്. അപ്പോൾ നിങ്ങൾക്ക് കളറാണ് എന്താണ് ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഏതിനോടാണ് ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ ആ ഒരു കളർ ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ നോക്കാം ഒന്നാമത്തെ, അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഒന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ തന്നെ മനസ്സിലിട്ട് ആലോചിക്കുക. ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള ഓർമ്മകൾ എന്തൊക്കെയാണോ, ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സും എന്താണ് നമുക്ക് നോക്കാം. ഐ തിങ്ക് കുറേ അധികം ആൾക്കാർ മാനിഫെസ്റ്റേഷൻ ട്രിക്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വല്ല വീഡിയോസൊക്കെ കണ്ടിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം റിസൾട്ട് അതുവഴി കിട്ടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷനിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഉണ്ടായിരുന്ന സമയത്ത് പക്ക ജെനുവിൻ ആയിട്ടുള്ളൊരു ഇഷ്ടം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ട് കാണാൻ പറ്റുന്നു. ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു ജെനുവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വന്നിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളെ പ്രൊപ്പോസ് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തിയായിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒട്ടും മറക്കാൻ പറ്റാം, നിങ്ങളെ ഈ വ്യക്തി മയക്കി എടുത്തു എന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്നിട്ട് നിങ്ങളെ കുറേയധികം ആൾക്കാരെ ഈ വ്യക്തി യൂസ് ചെയ്തു എന്നുള്ളതും കുറേയധികം ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പൈസപരമായിട്ട് മാനസികപരമായിട്ട് നഷ്ടങ്ങൾ കുറേയധികം ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ലൈഫിൽ വന്നിട്ട് നിങ്ങളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളൊരു സിറ്റുവേഷനിലും കാണാൻ പറ്റുന്നുണ്ട്. മാനസികപരമായിട്ടുള്ളൊരു തകർച്ച, നിങ്ങളെ ഭയങ്കരമായിട്ടും യൂസ് ചെയ്തു. പൈസപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ എനർജി വൈസിലായിട്ടായിരിക്കും, നിങ്ങളെ ജോബ് വൈസായിട്ടായിരിക്കും, നിങ്ങളുടെ ആ വ്യക്തിയുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ചെന്നതിന് ശേഷമായിരിക്കും ആ വ്യക്തിയുടെ ലൈഫിൽ വെച്ചടി കയറ്റം ഉണ്ടായത് എന്നും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തി കുറേയധികം കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻറ്റ്യൂഷൻ ഭയങ്കരമായിട്ടും ഉണ്ടാവുന്നുണ്ട്. അതായത് മേ ബി നിങ്ങളുടെ എനർജി ആയിരിക്കാം ആ വ്യക്തി എടുത്ത് വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ടൈം ആയിരിക്കാം ആ ഒരു വ്യക്തി എടുത്ത് വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഇൻറ്റ്യൂട്ടീവ്ലി ബ്രെയിനിൽ യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങളും ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനിലായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലെ സിറ്റുവേഷൻ എടുത്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ കുറേയധികം ആൾക്കാർ ബ്ലാക്ക് മാജിക് വഴി കൊണ്ടുവരാനും അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസ് വഴി കൊണ്ടുവരാനും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നശിക്കണം എന്നുള്ള ചിന്താഗതി ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത കുറേയധികം ആൾക്കാരിൽ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് കിട്ടിയതും അങ്ങനത്തെ ഒരു പണി ആയതുകൊണ്ട് തന്നെ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുള്ളതല്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷേ കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തി ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ടും കാർമിക് റിലേഷനിൽ പെട്ട് നിൽക്കുകയാണ്. ഇവർക്ക് പല രീതിക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് പെട്ട് നിൽക്കുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പല രീതിക്കും കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ പല രീതിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുണ്ട്, പല പൈസ തടസ്സം വരാനുണ്ട്, ഫ്രണ്ട്ഷിപ്പ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ അടികളുണ്ടാകുന്നുണ്ട്. ഇവരെ ഒരു കൺകെട്ട് വിദ്യയിൽ പെട്ടുപോയൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം എല്ലാ സിറ്റുവേഷനിൽ നിന്നും അടികൾ പല രീതിക്ക് വരുന്നു. ചുറ്റുമുള്ള ഫ്രണ്ട്സും ചുറ്റുമുള്ള ആൾക്കാരും ഒന്നും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ആയിട്ട് മാറുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. എനർജി ഡ്രൈനിങ് ആയിട്ടും കാണാൻ പറ്റുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഈ ഒരു വ്യക്തി പല രീതിക്ക് സ്വപ്നങ്ങൾ വഴിയും പല രീതിക്ക് ചിന്തകൾ വഴിയും നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ വരുന്നത് മൂലം നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് ഒന്ന് വന്ന് പോകാനും ചാൻസ് ഉണ്ട്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് ജസ്റ്റ് ഒന്ന് വരും, ആ വ്യക്തിക്ക് ഒരു സമാധാനം കിട്ടുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചങ്ങ് പോകും.
ഇങ്ങനെ വരാനുള്ളൊരു ടൈം ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാരുടെ ലൈഫിൽ ഇങ്ങനെ വരാനുള്ളൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് വരുന്നു, നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തി. പക്ഷേ ഭയങ്കരമായിട്ടും ഡിപ്രഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഈ വ്യക്തിയുടെ ഈഗോയിസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാത്തതായിരിക്കും. ആ വ്യക്തി വലിയ ആളാണെന്ന് വിചാരിച്ച് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒന്നും ഈ വ്യക്തി പറയുന്നില്ല എങ്കിൽ പോലും ഫാമിലി പരമായിട്ടുള്ള ഈ വ്യക്തിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ പല രീതിക്കും കടങ്ങൾ വരുന്ന സിറ്റുവേഷൻസ്, പല രീതിക്ക് ഫിനാൻസ് പല രീതിക്ക് കയ്യിൽ നിന്ന് പൊക്കിക്കൊണ്ടിരിക്കുക. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കാർമിക് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, പഞ്ചഭൂതങ്ങളാൽ കറക്റ്റ് ചെയ്ത സിറ്റുവേഷൻ ആയാൽ പോലും ആർക്കും ഈ ലോകത്ത് ആരെയും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം ആ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്തു കാണും. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കാൻ പറ്റുന്നത്. ഓക്കെ, കുറേ അധികം ആൾക്കാരുടെ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻസ്, ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നൊരു ഈ വ്യക്തിക്ക് എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരു രാജാവ് തന്നെയാണ്, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. ഐ തിങ്ക് നിങ്ങളൊരു ഭയങ്കരമായിട്ടൊരു ജെന്യുൻ വ്യക്തി, അല്ലെങ്കിൽ ഒരു പാവം വ്യക്തി ആയിരിക്കാം നിങ്ങൾ. അതുകൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥയിൽ കാർമിക് സിറ്റുവേഷൻ കറങ്ങി മാറി തെറ്റിയത്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഇത് വിധിക്കപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് അല്ലാത്തത് കൊണ്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ട് കുറേ അധികം ചേഞ്ചസ് രണ്ടുപേരുടെ ലൈഫിലുണ്ടായി, രണ്ടുപേരും കുറേ പാഠങ്ങൾ പഠിച്ചു എന്നുള്ളത് പരമമായൊരു സത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് കടക്കാനുള്ളൊരു ടൈമായി എന്നുള്ളതും കാണാൻ പറ്റുന്നുണ്ട്. ടേക്ക് ആക്ഷൻ എടുക്കുക എന്നുള്ളത് കാണിക്കുന്നുണ്ട്. മിക്കവാറും ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സൽ പരമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ളത് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ കുറച്ചധികം ഇഷ്യൂസ് ഉണ്ട്, ഭയങ്കരമായിട്ട് കുറച്ച് കോപം നിറഞ്ഞത്, ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ പോലും കുറച്ചധികം നെഗറ്റിവിറ്റീസ് ഉണ്ടായി നിൽക്കുന്നൊരു ടൈമാണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഓക്കെ, ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്ത നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതും ഭയങ്കരമായിട്ടും കഠിനാധ്വാനിയാണ് എന്നുള്ള സത്യമാണ്. പക്ഷേ ഐ തിങ്ക് എന്തോ മെഡിക്കൽ ഫീൽഡ് പരമായിട്ടാണോ നിങ്ങളുടെ വ്യക്തി ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് നേഴ്സായിരിക്കാം, ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന കെയർ ടേക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്, അതായത് ലോകത്തിന് നന്മ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചെയ്യുന്ന ജോലിയിൽ ഭയങ്കരമായിട്ടും നന്മ ചെയ്യുന്നൊരു വ്യക്തി, എന്ത് ജോലി തന്നെ ചെയ്താലും ഭയങ്കരമായിട്ടും നന്മ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി പക്ക ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ കൊണ്ടല്ല, നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൊണ്ടായിരിക്കാം, വിധിപ്രകാരമായിരിക്കാം. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തതിനേക്കാളും സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ കയ്യിൽ പണം, ധനം എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ വരും. ഇറ്റ്സ് എ ജെന്യുൻ വ്യക്തി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ പറ്റിക്കപ്പെടാനും ആൾക്കാരുടെ വാക്കുകൾ കേട്ട് മാറി മറിയാനും ചേഞ്ചസ് ഉള്ളൊരു വ്യക്തി. നിങ്ങൾ ചിന്തിക്കും പോലത്തെ ഒരു വ്യക്തിയാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു വ്യക്തിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ വ്യക്തിയെ കളിപ്പിക്കാൻ വേണ്ടിയും ഈ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വരുന്ന കുറേ അധികം സിറ്റുവേഷൻ, അതായത് അങ്ങോട്ട് ചാടാ കുഞ്ഞിരാമ, ഇങ്ങോട്ടൊക്കെ ചാടാ കുഞ്ഞിരാമ, ആ സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നൊരു ടൈമിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ബെനിഫിറ്ററി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് ജസ്റ്റ് ചുമ്മാ വന്നാൽ തന്നെ
നിങ്ങളുടെ രാശി 100-100 മേളിൽ കയറി പോകുന്നൊരു ടൈമായിട്ടും കാണാൻ പറ്റുന്നു. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തൊരു സമയത്ത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, മേ ബി നിങ്ങളുടെ എനർജി ആ വ്യക്തി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, മേ ബി, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും എരിഞ്ഞെരിഞ്ഞ് കൊടുക്കുന്നൊരു എനർജി ആ വ്യക്തിയുടെ ലൈഫിൽ പോയിട്ട് ആ വ്യക്തിക്ക് ബെനിഫിറ്റ് ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ആൾക്കാർക്ക്. പക്ഷേ നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ 100% സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി നിങ്ങളുടെ ഫയൽ കാത്തിരിക്കുന്നുണ്ട്, കുറച്ചധികം ആൾക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം അത് സത്യമായ കാര്യം. കാരണം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ടും കാർബ് റിലേറ്റഡ് ആയതുകൊണ്ടും നിങ്ങളുടെ വ്യക്തി കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം ഒരു കുടുംബം സെറ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും അടിപൊളിയായിട്ട് ജീവിക്കണം എന്നും ഒരാഗ്രഹമുണ്ട് എങ്കിൽ പോലും, കൊച്ചുങ്ങളായിട്ട് ജീവിക്കണമെന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, മേ ബി, അല്ലെങ്കിൽ വളർത്തു ദോഷമായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ വളർത്തിയേക്കുന്നത് അങ്ങനെയായിരിക്കാം. അതായത് അമ്മ പറയുന്നത് അച്ഛൻ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി പോകുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും എന്താ പറയുക, ഒരു മാജിക് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതേ ഒരു മാജിക് ആയിട്ടായിരിക്കാം വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരു മാജിക് ഉണ്ടാകും. പക്ഷേ ഒരു ഡിവൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈൻ മെസ്സേജ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ വ്യക്തി അല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചധികം ആൾക്കാർക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ വ്യക്തിയുടെ കാര്യം തീരുമാനിക്കുന്ന ഈ വ്യക്തി അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ ഒരു കറണ്ട് ഫീലിങ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബ്, പിന്നെ പണം, പ്രശസ്തി, മെറ്റീരിയൽ ലൈഫ്, സാമൂഹിക പ്രതിബദ്ധത, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ രാജകീയമായ സെറ്റപ്പിലോട്ടായിരിക്കാം ഈ വ്യക്തി പോകുന്നത്, അല്ലെങ്കിൽ രാജകീയമായിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടും പൈസ വരാൻ പറ്റിയൊരു ടൈമായിട്ട് ഈ ഒരു ടൈം ആ വ്യക്തിയിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വരുന്നതിനേക്കാൾ, കാരണം ജെന്യുൻ വ്യക്തി ആയതുകൊണ്ട് തന്നെ, ഒരു പാവം ലേഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാവം ബോയ് ആയിരിക്കാം, പാവം ചേട്ടനായിരിക്കാം, ആരുമായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടും, ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും വേറെ ഒന്നിനെക്കുറിച്ച് ബോധേഡാവത്തില്ല. നിങ്ങളിപ്പം ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ഇതൊക്കെ അയച്ചു കൊടുത്താൽ, അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്താൽ പോലും, അല്ലെങ്കിൽ ടാറോട്ട് കാർഡ് റീഡിങ് കവറിലോട്ട് അയച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ടിൻ ഫ്ലെയിം ആണോ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ സോൾമേറ്റ് ആണെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോധേഡാവത്തില്ല. കാരണം അത് അവരുടെ ചിന്താഗതിയാണ്, അവരുടെ മെൻറ്റാലിറ്റിയാണ്. കാരണം കാലം തെളിയിക്കുന്ന ഒരു സിറ്റുവേഷനിലാകുമ്പോഴത്തേക്കും അവർ മാറും. ഈ ഒരു ടൈമിൽ അവർ മാറത്തേ ഇല്ല. ഓക്കെ, കാലം തന്നെ തെളിയിക്കണം. അതായത് ഡിവൈൻ ഇറങ്ങി വന്ന് അവർക്ക് തോന്നണം, ആ ഒരു സപ്പോർട്ട്, ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഓരോ ലൂപ്പും ഓരോ സിറ്റുവേഷനും ഓരോ ടൈമിലും ഓരോ ആൾക്കാരിലും ഓരോ ലൂപ്പ് ക്രിയേറ്റഡ് ആവും. അപ്പം കുറേ കാര്യങ്ങൾ ഇഞ്ചക്റ്റഡ് ആവും. അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്കും അവർ അതിനനുസരിച്ചായിരിക്കും അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡിവൈൻ ടൈം ആവുന്ന സമയത്ത് അവർ നിങ്ങളിലോട്ട് കണക്റ്റഡ് ആവും എന്ന് കാണിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അവർ കണക്റ്റഡ് ആവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അല്ല ഇപ്പോൾ കണക്റ്റഡ് ആവുന്നത്. പല സിറ്റുവേഷനിലും ഈ ഒരു ടൈമായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് വരണം എന്ന ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ സിറ്റുവേഷൻസ്, ഫാമിലീസ്, ഈ വ്യക്തിയുടെ സോൾ ഇങ്ങോട്ട് നിങ്ങളടുത്തോട്ട് ഒട്ടും തന്നെ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പിടിച്ചു നിർത്തിയേക്കുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് ഡിവൈൻ മെസ്സേജ് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നൊരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങളടുത്തോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാത്തിരിക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു ഫാമിലി സെറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലി ഉള്ളവരാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ ഡിവൈൻ ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് പൈലുകാർ കുറച്ചൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ സെക്കൻഡ് പൈൽ ഇത്തിരി നൈസായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.